ചോദ്യം മനസ്സിലായ? നബിദിനാഘോഷം ശിർക്കാണ്, ഹറാമാണ് എന്നതിന് ഒരായത്ത്. ഞങ്ങൾ ഇത്രത്തോളം നരകത്തിലേക്ക് ഇങ്ങനെ തള്ളിയിടാൻ വേണ്ടി നിൽക്കുമ്പോഴേ തിരിഞ്ഞെന്ന് ചോദിക്കണ്ടേ? ഒരായത്ത് പറയും സഹോദരന്മാരെ, ഞങ്ങൾ നരകത്തിലേക്ക് തള്ളിയിടുന്നതിന് മുമ്പ്. ആ ആയത്ത് ഇൻഷാ അല്ലാഹ് കേട്ടതിന്റെ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നത്. ആ ആയത്തിൽ ഏത് മുഫസ്സിറാണ് ഇത് നബിദിനാഘോഷത്തെ കുറിച്ചാണ്, നബിദിനാഘോഷത്തെ കുറിച്ചാണ്, മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് എന്ന് പ്രാമാണികമായി പറഞ്ഞത് അത് ഉദ്ധരിക്കുക. ഹുസൈൻ സഖാഫിയുടെ വലിയൊരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ ഇന്ന് നടത്തുന്ന ജന്മദിനാഘോഷം, നബിദിനാഘോഷം ഹറാമാണ്, ഷിർക്കാണ് എന്നതിന് ഖുർആനിൽ നിന്നൊരായത്ത് ഓതണം. ദാ തഴവ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹിജറ 300 ശേഷം വന്നതാ. ചിരിക്കണ്ട. അസ്ലു അമലിൽ മൗലിദി ബിദ്അ. ഒന്നും മിണ്ടാണ്ടിരിക്കും, പറയട്ടെ. അസ്ലു അമലിൽ മൗലിദി ബിദ്അ. അമലുൽ മൗലിദിന്റെ അസ്ല് തന്നെ. എന്തായിരുന്നാലും ഹുസൈൻ സഖാഫിയുടെ വലിയൊരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ ഇന്ന് നടത്തുന്ന ജന്മദിനാഘോഷം, നബിദിനാഘോഷം ഹറാമാണ്, ഷിർക്കാണ് എന്നതിന് ഖുർആനിൽ നിന്നൊരായത്ത് ഓതണം. ദാ തഴവ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹിജറ 300 ശേഷം വന്നതാ. ചിരിക്കണ്ട. അസ്ലു അമലിൽ മൗലിദി ബിദ്അ. ഒന്നും മിണ്ടാണ്ടിരിക്കും, പറയട്ടെ. അസ്ലു അമലിൽ മൗലിദി ബിദ്അ. അമലുൽ മൗലിദിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്. ഉത്തമ നൂറ്റാണ്ടിൽ അത് വന്നിട്ടില്ല. നിങ്ങൾ വായിക്കാതെ ഇത് എത്രയോ നേരം ഇബ്നുൽ ഹാജിന്റെ ആ 7ാമത്തെ പേജില് വായിക്കി എന്ന് പറഞ്ഞെടുത്ത് പോലും പറഞ്ഞു. സലഫുകളുടെ മാതൃക അതിലില്ല. ഖുർആനിൽ കാണൂ, ഹിജ്റ 300 ശേഷം ഫാത്തിമിയാക്കള് ഷിയാക്കള് തുടങ്ങി വെച്ച ജന്മദിനാഘോഷം ഖുർആനിൽ കാണൂ. എന്നാൽ ഖുർആനിലൊരു അടിസ്ഥാനം വന്നിട്ടുണ്ട്. നാളെ ഒരാളിസ്ലമയുടെ വഫാത്തിന് ശേഷം, റസൂലിന്റെ വഫാത്തിന് ശേഷം 300 ശേഷം വന്നതാണ് എന്ന് തഴവ തന്നെ പറയുന്നു. ഇനി അത് മാത്രമല്ല പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതാ വിഷയാവതരണത്തില് അദ്ദേഹം വിഷയാവതരണം പറയുമ്പോൾ തന്നെ പറഞ്ഞു, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഒരാൾ ദീനില് നല്ല ബിദ്അത്ത്, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, എന്നിട്ട് റസൂലിന്റെ കാലത്ത് 23 വർഷം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മേൽ ഖുർആൻ ഇറങ്ങി. ആ ഖുർആനില് നിങ്ങൾ ഇന്ന് തുടങ്ങിയത് കാണുമോ? നിങ്ങളൊരു ഹറാം, ഒരു ശിർക്ക് ആരംഭിച്ചിട്ട് അതിൽ ഖുർആനിൽ തെളിവ് കാണൂല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് അത് കാണില്ല. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നബിദിനാഘോഷം അനിസ്ലാമികമാണെന്നോ ശിർക്കാണെന്നോ ഖുർആനിലില്ലേ? എങ്കിൽ നബിദിനാഘോഷം ഉണ്ട്, ഖുർആനിലുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇബ്നു അബി ഹജില തങ്ങൾ പറയുന്നു, ഇത് ജന്മദിനം കൊണ്ട് സന്തോഷിക്കലാണ്, ജന്മദിനം കൊണ്ട് സന്തോഷിക്കലാണ്. ഞങ്ങൾക്ക് ഖുർആനിൽ തെളിവുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി എന്ന സൂറത്ത് യൂനിസിലെ 58ാമത്തെ ആയത്ത്, അതിൽ റഹ്മത്ത് മുത്തുനബിയാണെന്നും ആ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് വതബറകൂ ബിവിലാദതിഹി. ഇവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ടാ? സീറ്റ് കാലിയവാ, ഇവിടെ ഇരിക്കാം. റസൂലുള്ളാന്റെ അതറിയാതെ പോയതാണ്. എവിടുന്ന് തൊപ്പി കയറി? റസൂലുള്ളാന്റെ വിലാദത്ത് കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കണമെന്നും ആ വിലാദത്ത് കൊണ്ട് സന്തോഷിക്കണമെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആനിന്റെ വക്താക്കളായി ഞങ്ങൾക്ക് തെളിവുണ്ട്. ഖുർആനിൽ തെളിവുണ്ട്. നിങ്ങൾക്ക് തെളിവിൽ ഇനി മെണ്ടി പോകരുത്. നിങ്ങള് ഒരു മുസ്ലിമിന്റെ മുമ്പിൽ പോയിട്ടും നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന് മിണ്ടാൻ പാടില്ല. നിങ്ങള് ഞങ്ങൾ ഖുർആനിന്റെ തെളിവിലാ പറയുന്നത്. എന്റെ ഇബ്നു അബി ഹജിലയുടെ ഉദ്ധരണി ഇതുവരെ തൊട്ടോ? നിങ്ങള് നബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചോ? വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സുന്നികൾക്ക് തെളിവുണ്ട് മൗലവിമാരെ, ഖുർആനിൽ നിന്ന് തെളിവുണ്ട് മൗലവിമാരെ. ഏതായിരുന്നാലും ഒരു ലജ്ജയുമില്ലാതെ ഖുർആനുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ഖുർആൻ ഇപ്പൊ തെളിവില്ല അല്ലേ? എന്ത് പറഞ്ഞാലും ഖുർആനിലുണ്ടോ?
അല്ല പറ്റൊന്നും പറ്റൂല, ഇമാമിങ്ങളെ കൂടെ കിടക്കട്ടെ. ഖുർആനിലുണ്ടോ? ആ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചവർ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, മലപ്പുറം ജില്ലയിൽ നിന്ന് എന്താ വണ്ടിയൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഖുർആനില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുർആനിലില്ല. അപ്പൊ ഞങ്ങൾക്ക് ഖുർആൻ ഉണ്ട് ട്ടാ, ഞങ്ങൾക്ക് ഖുർആനുണ്ട്. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറുണ്ട്. ഇബ്നു അബി ഹജില റളിയല്ലാഹു അൻഹു വതബറകൂ ബിവിലാദതിഹി വഫറഹൂ ബിഹാ. ഈ ഹിജ്റ 766 വഫാത്തായ പണ്ഡിതന്മാര് ഈ ആയത്തിലൂടെ ജന്മദിനം സന്തോഷിക്കണം, മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ജന്മദിനാഘോഷം ശിർക്കാണ്, അനിസ്ലാമികമാണ്, ബിദ്അത്താണ്, നരകത്തിലേക്ക് ചേർക്കുന്നതാണ് എന്നതിന് ഒരു സ്വഹീഹായ ഹദീസ്, ഒരു സ്വഹീഹായ ഹദീസ്. ജന്മദിനം ഞാനിപ്പോ സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈനി ഫഖാല ഫീഹി ഉലിതു, വ്യക്തമാണ്, ഞാൻ ജനിച്ച ദിവസമാണ്, ഞാൻ ജനിച്ച ദിവസമാണ്, വ്യക്തമായിട്ട് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ആ സ്വഹീഹ് മുസ്ലിം ഇമാം ഇബ്നു ഹാജ തങ്ങൾ വിശദീകരിച്ച വിശദീകരണത്തോടുകൂടി, അതേപോലെ നിങ്ങൾ എന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കരുത്, നിങ്ങൾ എന്നെ ജന്മദിനത്തിൽ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സ്വഹീഹായ ഹദീസ്, ഒരു സ്വഹീഹായ ഹദീസിന്റെ കഷ്ണം നിങ്ങൾ അല്യൗമ അക്മൽതു ലക്കും എന്നോദിയ ആയത്തല്ലേ ഇമാം മാലിക് റഹിമഹുല്ല ബിദഅത്ത് ഹസന ഉണ്ടാക്കിയത് പറഞ്ഞില്ലേ? ആരാ ബിദഅത്ത് ഹസൻ? നിങ്ങൾ തന്നെ പറഞ്ഞു 300-ന് ശേഷം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണെന്ന്. ഇനി അത് മാത്രമല്ല, നബിദിനാഘോഷത്തിന് നിങ്ങൾ തന്നെ കൊണ്ടുവരുന്ന സുയൂത്തി തന്നെ നബിദിനാഘോഷിക്കാൻ പറഞ്ഞ സുയൂത്തി തന്നെ പറഞ്ഞത് ഇന്ദി അന്ന അസുല അമലിൽ മൗലിദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് അവ്വലു മൻ അഹ്ദത ഫിഅലു ദാലിക, അത് ആദ്യമായി പുതിയതായി കൊണ്ടുവന്നയാൾ ആരാണ്? മലിക്കുൽ മുളഫർ എന്ന രാജാവാണ്. മലിക്കുൽ മുളഫർ എന്ന രാജാവാണ്, പിൽക്കാലക്കാരനായ ഒരു രാജാവ് കൊണ്ടുവന്നതാണ് നിങ്ങളുടെ തെളിവ്. അത് മാത്രമല്ല തഴവ പറഞ്ഞു 300-ന് ശേഷം വന്നതാ. ഞങ്ങൾ പറഞ്ഞു അതാരാ തുടങ്ങി വെച്ചത്? ഷിയാക്കളാണ് തുടങ്ങി വെച്ചത്. മിണ്ടി കിട്ടിയില്ല, തൊട്ടിട്ടില്ല. അഹ്ലുസുന്നയത്രേ, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തുപോയ ഷിയാക്കളാണ് തുടങ്ങി വെച്ചത്. നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് പച്ചയായ വ്യഭിചാരാരോപണം നടത്തുന്ന ഷിയാക്കളാ തുടങ്ങി വെച്ചത്. ഉസ്താദന്മാര്, ജനങ്ങള്, സാധാരണക്കാരായ ആളുകള് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന തെളിവില്ല എന്ന് ഉസ്താദിന് മനസ്സിലാകുന്നുണ്ട്. അത് അല്യൗമ അക്മൽതു ലക്കും എന്നോദിയ ആയത്തല്ലേ ഇമാം മാലിക് റഹിമഹുല്ല ബിദഅത്ത് ഹസന ഉണ്ടാക്കിയത് പറഞ്ഞില്ല. കള്ളത്തരത്തിന്റെ മാലപ്പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പറയണ്ട. അപ്പൊ ഹദീസുമില്ല. അപ്പൊ നമുക്ക് തീരുമാനാക്കുക. ഇൻഷാ അല്ലാഹ് മൗലവി തവക്ക് എടുത്തോളൂ. ഒജീനുണ്ട ചീരണിണ്ടാ അപ്പൊ തീരുമാനാവും. അപ്പൊ ആയത്തുമില്ല, ആയത്തുമില്ല, ഹദീസ്. പിന്നെ തിന്നാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങള്, എല്ലാരും തിന്നിട്ട് തന്നെയാണ്. അപ്പൊ ആയത്തുമില്ല, ഹദീസുമില്ല. ആയത്ത് ചോദിച്ചു വീണ്ടും ഷാ വലിയുള്ള ദഹ്ലയുടെ കിതാബിലേക്ക്, പിന്നെയോ ഫത്താവൽ ഹദീസിയയിലേക്ക്, പിന്നെയോ അവിടേക്ക് കുല്ലു ബിദ്അത്തിൻ ദലാല. ഈ കുല്ലു അടുത്ത ചോദ്യമാണ്. അതിന് മുമ്പ് 2-3 പോയിന്റുകൾ ഞാൻ പറയട്ടെ. അപ്പൊ ഏതായിരുന്നാലും വായോടെ ഇങ്ങനെ പറയുന്നവർക്ക് ആയത്തുമില്ല, ഹദീസുമില്ല. ഇതിനേക്കാളും പരാജയപ്പെടാൻ ലോകത്ത് എവിടെയെങ്കിലും പോകണോ മൗലവിമാരെ? അതിനാണോ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്?